നമ്മുടെ നാട്ടിൽ ഒരു DJ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗാനമേളയോ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ അവിടെ കൂടി വന്നിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ആടുന്നതും പാടുന്നതും ആടി തിമിർക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു ഗാനമേളയുടെ DJ പാർട്ടിയുടെ തീരത്ത് വന്നിട്ട് മണിക്കൂറുകളോളം നിന്നുകൊണ്ട് അവർക്ക് അവിടെ ആ പാർട്ടി പരിപാടികൾ കൂടി അതിൽ ആടാനും പാടാനും അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഒരു മജ്ലിസ് ഉണ്ടെങ്കിൽ, ഒരു വഅദിന്റെ മജ്ലിസ് ഉണ്ടെങ്കിൽ, ഒരു ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് നമ്മുടെ നാടുകളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ഒരുപാട് ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും അങ്ങോട്ട് കടന്നു വരാൻ വല്ലാത്ത മടിയാണ്, വല്ലാത്ത നാണമാണല്ലോ. ദീനിന്റെ സദസ്സിലേക്ക് കടന്നു പോകാൻ പടച്ചവനെ നമുക്ക് മടിയാണ്. എത്രയോ കിലോമീറ്ററുകൾക്ക് ഹറാമിന്റെ പേക്കൂത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട പടച്ചുറബേ സിനിമ പാട്ടുകളും ഗാനമേളകളും ചാടിത്തിമിർക്കുന്ന പരിപാടികളും ഉണ്ടെങ്കിൽ അല്ലാഹുവേ, എത്രയോ ദൂരേക്ക് വേണമെങ്കിലും പടച്ചവനെ ഇവിടെ നിന്ന് പോകുമല്ലോ. ഇതാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, വലാ തത്തബിൽ ഹവാ. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? പടച്ചവനെ തെറ്റിലൂടെ കടന്നു പോകാനാണ്, ഹറാമിന്റെ കാര്യങ്ങളാണല്ലോ. ദീനിന്റെ കാര്യങ്ങളിൽ നിന്ന് പടച്ചവനെ അവിടെ നിന്ന് മാറി നിൽക്കുന്ന മനസ്സാണ് നമുക്കുള്ളത്. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയം അതാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിനെ അവിടുന്ന് തടയിടുമല്ലോ. പടച്ചവനെ, ആ നന്മയിലേക്ക് കടന്നു പോകാൻ, ആ നന്മയിലേക്ക് കടന്നു പോകാൻ ഒരിക്കലും തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടപ്പെടില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാണ് എന്റെ പ്രിയമുള്ളവരെ. മണിക്കൂറുകളോളം ഇരുന്നു കൊണ്ട് സിനിമ കാണാൻ, സീരിയൽ കാണാൻ പഠിച്ചവനെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ. വലാ തത്തബിൽ ഹവാ. ശരീരത്തിന്റെ തെറ്റിനോടാണ് വല്ലാത്ത താല്പര്യമുള്ളത്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അത് തടയുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തടയുന്നതായ ചിന്തകളാണ് കടന്നു വരുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, നമുക്ക് എത്രയോ ഹറാമുകൾ കാണാൻ, മണിക്കൂറുകളോളം ഇരുന്നിട്ട് കാണാൻ നമുക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷേ 5 മിനിറ്റ് പടച്ചു തമ്പുരാന്റെ മുമ്പിലൊന്ന് ഇരുന്നിട്ട് നമസ്കരിക്കാൻ, അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് പടച്ചവനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് വല്ലാത്ത മടിയാണല്ലോ, നമുക്ക് വല്ലാത്ത മടിയാണല്ലോ. ഇതാണ് മനുഷ്യരായ നമ്മുടെ ചിന്ത, ഇതാണ് നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഹറാമിന്റെ എല്ലാ ചിന്തകളിൽ നിന്ന്, എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. നമുക്ക് ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഹറാം കാണാൻ, ഹറാം പ്രവർത്തിക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന് വല്ലാത്ത താല്പര്യമായിരിക്കും. എന്നാൽ നന്മയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒരു നിമിഷത്തേക്ക് നമുക്ക് ഒന്ന് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു ബോധം നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്മയിലേക്ക് ആഗ്രഹിപ്പിക്കണം. നമ്മൾ എന്തിലേക്ക്? നന്മ പ്രവർത്തിക്കുന്നതിലും നന്മ ചിന്തിക്കുന്നതിലേക്കും നമ്മുടെ മനസ്സിനെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിപ്പിക്കണം. നല്ലത് കാണണം. എന്താ? എല്ലാ ഹറാമിൽ നിന്നും, ഹറാമായ പ്രവർത്തനങ്ങളിൽ, ചിന്തകളിൽ നിന്നും നമ്മുടെ മനസ്സിന് ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
എന്താ ചെയ്യണ്ടേ? ഹറാമ് കാണുന്നത്, ഹറാമ് കേൾക്കുന്നത്, അങ്ങനത്തെ ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പാഠം മാറ്റി കൊടുക്കുക. മനസ്സിലായോ? എങ്ങനെ ചിന്ത ചെയ്യണ്ടേ? ആ ഹറാമ് കാണുന്നത്, ഹറാമ് പ്രവർത്തിക്കുന്നത് ആയിട്ടുള്ള മേഖലകളിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി നിൽക്കുക. മൊബൈൽ ഫോൺ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം, അല്ലെ? കാരണം ഒരുപാട് തെറ്റുകൾ ഇന്ന് വന്നു പോകുന്നത് കാണുന്നത് നമ്മൾ ഇന്ന് മൊബൈൽ ഫോണിലൂടെയാണ്, അല്ലെ? അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, നല്ല മനസ്സ് അല്ലാഹു തആല നൽകട്ടെ. നമ്മൾ പടച്ചവനോട് എപ്പോഴും ദുആ, പടച്ചവനെ എന്റെ കണ്ണുകൊണ്ട് ഈ ഹറാമ് കാണിപ്പിക്കരുത് കേട്ടോ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, മനസ്സിലായോ? അല്ലേ? നമ്മൾ പടച്ചവനോട് ദുആയിരിക്കണം എന്റെ പ്രിയമുള്ളവരെ, അല്ലേ? ഹറാമ് നമ്മൾ നമ്മളിങ്ങനെ ഹറാമ് കണ്ട ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ, നമ്മുടെ കണ്ണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നാ പറയും, പടച്ചവനെ ഇവൻ എന്നെ കൊണ്ട് ഹറാമ് കണ്ടവനാ, ഇവൻ എന്നെ കൊണ്ട് ഹറാമ് കണ്ടവനാ എന്ന് നമ്മുടെ കണ്ണ് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിളിച്ചു പറയുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ അവയവങ്ങളതാ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ കണ്ണും നമ്മുടെ കൈയും നമ്മുടെ കാലും പടച്ചവനെ നമ്മെ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ ഇവന് എന്നെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാ, ഒരുപാട് ഹറാമിലേക്ക് എന്നെ കൊണ്ട് കടന്നു പോയവനാണ് അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാ നമ്മുടെ രണ്ട് ഭാഗത്തും ഇരിക്കുന്ന നന്മതിന്മകൾ എഴുതപ്പെടുന്ന രണ്ട് മലക്കുകളുണ്ട് ഉമ്മാ. നമ്മൾ നന്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോ റബ്ബേ ആ മലക്കുകൾ അവിടെ നിന്ന് പറയുമത്രേ, അല്ലാ ഇവർ എന്നെ കൊണ്ട് ഒരുപാട് നന്മകൾ കാണിച്ചവനാണ് അല്ലാ, ഇവൻ എന്നെ കൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ പോയവനാണ് അല്ലാ, പരിശുദ്ധമായ നിന്റെ ഇൽമ കേൾക്കാൻ ആഗ്രഹം കൊണ്ട് എത്രയോ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ വഅലിന്റെ മജ്ലിസിലേക്ക് കടന്നു പോയതാണ് അല്ലാ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ നീ ഇവനെ പരാജയപ്പെടുത്തല്ല അല്ലാ, നീ ഇവനെ വിഷമിപ്പിക്കല്ല അല്ലാ എന്നതാ അവിടുന്ന് പടച്ചവനെ നമ്മുടെ തോളത്തിരിക്കുന്ന രണ്ട് മലക്കുകൾ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് നമുക്ക് ദീർഘായുസ്സിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമല്ലോ, ദീർഘായുസ്സിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമല്ലോ. പടച്ച റബ്ബേ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളാണ് കടന്നു വരുന്നതെങ്കിൽ കാണുന്നത് ഹറാമാണ്, ഹറാമിന്റെ ബേക്കൂത്തുകൾ നടക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലൂടെ കടന്നു ചെല്ലുകയാണ് റബ്ബേ. മറ്റുള്ളവർ കൂടുമ്പോ അവിടെ ഹറാം പറയുകയാണ്, ഹറാം ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് പടച്ചവനെ നിമിഷങ്ങൾ നമ്മുടെ ഓരോ സമയങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അല്ലാഹുവിനോട് ഈ രണ്ട് മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ ഇവൻ ഒരുപാട് ഹറാമുകളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി തമ്പുരാനെ, ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത, ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഹറാമുകളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി തമ്പുരാനെ. പടച്ചവനെ അതുകൊണ്ട് ഇവനെ നീ പെട്ടെന്ന് മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ പച്ച ഹറാമ് കാണിപ്പിക്കാനാണ് ഇവനെ കൊണ്ടുപോകുന്നത്. ഇവന്റെ ഓരോ നിമിഷങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് ചിന്തിക്കാനും പറയാനും കാണാനും കഴിയാത്ത സ്ഥലങ്ങളാണ് അല്ലാ. ഇവൻ നിസ്കരിക്കുന്നില്ല അല്ലാ, ഇവൻ നോമ്പെടുക്കുന്നില്ല അല്ലാ, സ്വലാത്തുകൾ ചൊല്ലുന്നില്ല അല്ലാ, ദിക്റുകൾ ചൊല്ലുന്നില്ല അല്ലാ. ഇവന്റെ കാര്യങ്ങളെല്ലാം നീ തടഞ്ഞു വെക്കണേ അല്ലാ എന്നവിടുന്ന് ദുആ ചെയ്യുകയാണ് ഉമ്മാ. പടച്ചവനെ നമ്മുടെ മനസ്സിലാക്കണം വാപ്പാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ നമ്മൾ മനസ്സിലാക്കണല്ലോ. പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ എവിടെയാണ് പിന്നെ നമുക്ക് വിജയമുള്ളത്? ഈ ദുനിയാവിലൂടെ കടന്നു പോകുമ്പോ ഈ ദുനിയാവിൽ എവിടെയാണ് നമുക്ക് വിജയമുള്ളത്?
അള്ളാന്റെ മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് എതിരായിക്കൊണ്ട് ദുആ ചെയ്യാം. എന്താ പറയുന്നത്? പടച്ചോനെ, എന്നെ ഒരുപാട് ഹറാമുകളിലൂടെ കൊണ്ടുപോയവനാ, എന്നെ ഒരുപാട് ഹറാമ് കാണാൻ കൊണ്ടുപോയത് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ഇവൻ ഞങ്ങളെ കൊണ്ട് അതിലൂടെ നടന്നു പോകുകയായിരുന്നു അല്ലാ എന്ന് നമ്മുടെ ഈ രണ്ട് തോളത്തിരിക്കുന്ന മലക്കുകൾ നമുക്കെതിരായി കൊണ്ട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കെതിരായി കൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ വരെ ദുആ ചെയ്യാണ്. നമ്മൾ ഹറാമ് കാണുന്നു, ഹറാമ് പ്രവർത്തിക്കുന്നു, ഹറാമിന്റെ വഴികളിലൂടെ മാത്രം കടന്നു പോകുന്നു. മോനെ, നമസ്കാരമില്ല, നോമ്പില്ല, നന്മകളൊന്നും ചെയ്യുന്നില്ല. നിന്റെ രണ്ട് തോളത്തിരിക്കുന്ന മലക്കുകൾ പറയാ, ഇവനെ ഞങ്ങളെ ഹറാമിന്റെ വഴികളിലൂടെയാണ് റബ്ബെ കൊണ്ടുപോകുന്നത്, ഇവന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല, അതുകൊണ്ട് ഇവനെ ഞങ്ങളെ ഹറാമ് കാണിപ്പിക്കുന്നത് കൊണ്ട് ഇവന്റെ ആയുസ് നീ ചുരുക്കണേ അല്ലാ എന്ന് രണ്ട് തോളത്തിരിക്കുന്ന മലക്കൾ ദുആ ചെയ്യാ. നീ നന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ നിന്റെ രണ്ട് തോളത്തിരിക്കുന്ന മലക്കുകൾ ദുആ ചെയ്യും, പടച്ചവനെ ഇവൻ ഞങ്ങളെ കാണിപ്പിക്കുന്നത്, ഞങ്ങളെ കേൾപ്പിക്കുന്നത് ഒരുപാട് നന്മകളാണ് തമ്പുരാനെ, അതുകൊണ്ട് ഇവനക്ക് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ എന്ന് നമ്മുടെ മലക്കൾ ദുആ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിക്കണേ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ വിജയം, അതുകൊണ്ട് നല്ല രീതിയിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, റബ്ബിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസമില്ലാത്തതുകൊണ്ടാണ് എടാ ഈ രണ്ട് മലക്കുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. എന്താണ്? ഈ രണ്ട് മലക്കുകളാണ് അവനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. പിന്നെ എവിടുന്നാടാ പ്രയാസം ഉണ്ടാവുക? അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചോ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച ഒരു സ്വഹാബി, അള്ളാഹുവേ പടച്ച റബ്ബേ, അള്ളാഹുവേ പരിശുദ്ധമായ ഉഹദ് യുദ്ധം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, യാ സ്വഹാബാ, ഇസ്ലാമിൽ ഒരു യുദ്ധം ഇതാ കടന്നു വരികയാണ് സ്വഹാബ, ഉഹദ് യുദ്ധം കടന്നു വരികയാണ് സ്വഹാബ, എല്ലാവരും അതിന് വേണ്ടി തയ്യാറാവണേ. പടച്ചവനെ, യുദ്ധം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന് വല്ലാത്ത ആവേശമാണ്, വല്ലാത്ത ആനന്ദമാണ്. കാരണം എന്തെന്നറിയോ? പടച്ചവനെ ഷഹീദായിക്കൊണ്ട് പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് പച്ചക്കിളികളെ പോലെ പറന്നു പോകാമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവേ, മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, പടച്ച തമ്പുരാൻ നേരിട്ട് സംസാരിച്ച സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ഇന്നേവരെ പടച്ച റബ്ബ് ഒരു മഖ്ലൂഖിനോടും അവിടുന്ന് നേരിട്ട് സംസാരിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വരെ മറയിലൂടെയാണ് സംസാരിച്ചത്. എന്നാ ഈ ഭൂമി ലോകത്ത് നിന്ന് കടന്നു പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹു തആല മറയൂരി സംസാരിച്ച സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു. 10 മക്കളാണ് മഹാനവർകൾക്കുള്ളത്, 9 പെൺമക്കളാണ്, ഒരേ ഒരു മകനേ ഉള്ളൂ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ പടച്ച റബ്ബേ, അൻസാരികളിൽപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി എല്ലാ സ്വഹാബത്തും ഇങ്ങനെ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, തലേ ദിവസം രാത്രി ഉണ്ടല്ലോ, തന്റെ വീട്ടിലിരുന്നു കൊണ്ട് മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു അതാ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ജാബിറേ, നാളെ ഇതാ പരിശുദ്ധമായ ഇസ്ലാമിലെ ഉഹദ് യുദ്ധം കടന്നു വരികയാണല്ലോ, ആ യുദ്ധത്തിന് വേണ്ടി പോകാൻ എല്ലാവരും തയ്യാറാകുകയാണല്ലോ. പഠിച്ചവനെ, ഉഹദ് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകാൻ ഒരുങ്ങി നിൽക്കുന്ന അല്ലാഹുവേ, അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ജാബിറേ,
ലഅദ്റുകു ബഅദീ അസ്സു അലൈക ഗൈറ നഫ്സി റസൂലില്ലാഹ്. ജാബിറേ, നാളെ ഞാൻ പരിശുദ്ധമായ യുദ്ധത്തിന് കടന്നു പോവുകയാണല്ലോ, എന്നാൽ എന്റെ ഹൃദയത്തിനകത്ത് നിന്നോട് വല്ലാത്ത സ്നേഹം എനിക്കുണ്ട്. ഖൈറ നഫ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെയേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ളൂ. ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്നത് ഞാൻ റസൂലുള്ളാഹിക്കാണ് എന്നതാ അവിടുന്ന് പറയുകയാണല്ലോ. പടച്ചവനെ, ജാബിർ തങ്ങളുടെ കണ്ണിങ്ങനെ നിറയുകയാ. എന്തേ സഹോദരങ്ങള്, എന്തിനാണ് ജാബിർ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? പഠിച്ചവനെ, 10 മക്കളിൽ ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. ഈ 9 മക്കളുടെ പെൺമക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതിന് ജാബിർ തങ്ങളാണല്ലോ. തന്റെ പ്രിയപ്പെട്ട വാപ്പയെങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട വാപ്പ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമാണല്ലോ. പക്ഷേ വാപ്പയെങ്ങാനും ഷഹീദായാൽ പടച്ച റബ്ബേ, വല്ലാത്ത വിഷമമാണല്ലോ. ഇവരെ ഒറ്റയ്ക്ക് എനിക്ക് നോക്കാൻ കഴിയുമോ? എനിക്ക് വല്ലാത്ത പ്രയാസമാകില്ലയോ എന്നിവിടെ ആലോചിച്ചുകൊണ്ട് മഹാനായ ജാബിർ തങ്ങൾ ഇങ്ങനെ കരയുകയാണ്. മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട്, തന്റെ ഭാര്യയോട്, അല്ലാഹുവേ, എല്ലാവരോടും സലാം പറഞ്ഞു. പരിശുദ്ധമായ യുദ്ധത്തിന് പോവുകയാണ്. അവിടുന്ന് ഇറങ്ങുകയാണ്. യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. പടച്ച റബ്ബേ, മഹാനായ ജാബിർ തങ്ങളെ കയ്യെ പിടിച്ചിട്ട് ആദ്യം അവിടുന്ന് മഹാനവറുകൾ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? ജാബിറേ, എനിക്ക് യുദ്ധത്തിന്റെ രണാങ്കണത്തില് ഷഹീദാകണം ജാബിറേ, എനിക്ക് ഷഹീദാകണം ജാബിറേ. മാത്രമല്ല, എനിക്ക് ഷഹീദായാൽ മാത്രം പോരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ ആദ്യം ഷഹീദാകണം ജാബിറേ, ഒന്നാമനാകണം ജാബിറേ. ഉഹദ് യുദ്ധത്തിൽ ആദ്യം ഷഹീദായത് ആരാണെന്ന് ചോദിച്ചാൽ അത് അബ്ദുള്ള എന്ന് പറയണം ജാബിറേ. അതിനെനിക്ക് വല്ലാത്ത താല്പര്യമാണ്, ആഗ്രഹമാണെന്ന് പറയുമ്പോൾ, അല്ലാഹുവേ, പടച്ച റബ്ബേ, അതേ നീയത്തോട് കൂടിയിട്ട് മഹാനായ അബ്ദുള്ള തങ്ങൾ തന്റെ വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങുകയാണ്. യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എല്ലാ സ്വഹാബത്തും ഇങ്ങനെ നിൽക്കുകയാണ്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിന് കൊള്ളുകയാണ്. പടച്ച റബ്ബേ, ശത്രുക്കളതാ കടന്നു വരികയാ. ശരീരത്തിലേക്ക് അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് ശത്രുക്കൾ ആഞ്ഞു വെട്ടുകയാണല്ലോ. ഉഹദിന്റെ രണാങ്കണത്തിൽ ആദ്യമായിട്ട് രക്തസാക്ഷിയായിക്കൊണ്ട് മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീഴുകയാണ്. പഠിച്ചവനെ, ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ടല്ലോ. അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരമതാ പഠിച്ചവനെ സ്വഹാബത്ത് ഇങ്ങനെ വാരിയെടുക്കുകയാ. പഠിച്ചവനെ, അബ്ദുല്ല തങ്ങളുടെ ശരീരം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്ലാഹുവേ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. സ്വഹാബത്ത് മുകളിൽ ഇങ്ങനെ ഒരു തുണി വിരിച്ചിരിക്കുകയാണ്. മഹാനായ ജാബിർ തങ്ങൾ തന്റെ പിതാവിനെ കാണാൻ, അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ്. പഠിച്ചവനെ, മൂടിക്കിടക്കുന്ന തന്റെ പിതാവിന്റെ മുഖത്ത് നിന്ന് അതാ തുണിയങ്ങ് മാറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് സ്വഹാബത്ത് പറയുന്നു, ജാബിറേ, വേണ്ട ജാബിറേ, വേണ്ട ജാബിറേ. മഹാനായ തങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്, മുഖത്ത് ഒരുപാട് മുറിവുകളുണ്ട്. നിനക്കത് കാണാൻ കഴിയില്ല, നിനക്ക് വല്ലാത്ത പ്രയാസമാകും ജാബിറേ, അതുകൊണ്ട് നീ അത് ചെയ്യല്ല എന്നതാ അവിടുന്ന് മഹാന്മാരായ സ്വഹാബത്ത് ജാബിർ തങ്ങളോട് പറയുകയാണല്ലോ. പടച്ചവനെ, വീണ്ടും ജാബിർ തങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോ പടച്ചവനെ അവിടുന്ന് മുഖത്തിലുള്ള കിടക്കുന്ന തുണി അങ്ങ് മാറ്റാൻ വേണ്ടി കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവേ, രക്തത്തിൽ കുളിച്ചുകൊണ്ട് കിടക്കുന്ന മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമാണ്, റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹം
സ്നേഹമാണ്. മഹാനായ ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉഹുദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ വാർത്ത കേട്ടപ്പോ പടച്ചവനെ റസൂലുള്ളാഹ് ഓടി വരികയാണ്, റസൂലുള്ളാഹ് കടന്നു വരികയാണ്. റസൂലുള്ളാഹ് കടന്നു വന്നിട്ട് അവിടുന്ന് ആ തുടിയങ്ങ് മാറ്റുകയാ. ആ ഇടയിലൂടെ തന്റെ പിതാവിനെ ജാബിർ തങ്ങൾ കണ്ടിട്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, ജാബിർ തങ്ങൾ സങ്കടം ഇങ്ങനെ ഒതുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം പിതാവ് സ്വർഗത്തിലാണെന്ന് ഉറപ്പാ. ഇസ്ലാമിന് വേണ്ടിയിട്ട് തന്റെ ശരീരം കൊടുത്തവരല്ലേ, ശരീരം കൊടുത്തിട്ട് പരിശുദ്ധമായ സ്വർഗലോകം മേടിച്ചവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ദൂരെ നിന്നതാ ആരോ ഒരു കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്, ആരുടെ ഒരു കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ആരാ കരയുന്നത്, ആരാ കരയുന്നത്? അത് അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവേ, അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പെൺമക്കളാണ് നബിയേ, അവിടുത്തെ പെൺമക്കളാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മക്കളെ കരയല്ലേ, നിങ്ങൾ കരയല്ലേ. മാസാലത്തിൽ മലായികത്തു യുദില്ലുഹു ബിഅജ്നിഹതിഹാ. മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ജനാസയുടെ മുകളില്, ഈ ജനാസയുടെ മുകളില് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തുള്ള അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പറന്നിറങ്ങിയിട്ട് അവിടെ രണ്ട് ചിറകും ഇതാ വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് സംരക്ഷണത്തിന്റെ വലയം തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് കരയല്ലേ എന്നതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, ഒരുപാട് സ്വഹാബത്ത് ഉഹുദിന്റെ രണാങ്കണത്തിൽ ശഹീദായിട്ടുണ്ട്. എല്ലാവരെയും പടച്ചവനെ അവിടുന്ന് മറമാടുകയാണ്, എല്ലാവരെയും ഖബറടക്കുകയാണ്. പടച്ച റബ്ബേ, ദിവസങ്ങൾ കടന്നു. അല്ലാഹുവേ, മഹാനായ ജാബിർ തങ്ങള് കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും തന്റെ കയ്യിലാണല്ലോ. ജാബിർ തങ്ങൾക്ക് വല്ലാത്ത വിഷമത്തിലാണ്. ചെറിയ പ്രായമാണ്, 9 പെൺമക്കളാണ്. പടച്ച റബ്ബേ, ഒരൊറ്റ ആൺമകനേ ഉള്ളൂ. മഹാനായ ജാബിർ തങ്ങള് അവിടുന്ന് പ്രയാസമാണ്, വേദനകളാണ് ജീവിതത്തിലുള്ളത്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അങ്ങനെ കടന്നു പോകുന്ന ജാബിർ തങ്ങളുടെ മുമ്പില് ഒരിക്കലതാ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. ഒരിക്കലൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം അടക്കി ജാബിർ തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ വല്ലാത്ത ക്ഷീണമാണ്, കണ്ണൊക്കെ വല്ലാതെ ചുറ്റിച്ചുളിഞ്ഞു പോയിട്ടുണ്ട്, വല്ലാതെ മെലിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ജാബിറേ, എന്തു പറ്റി ജാബിറേ, നിനക്കിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതാവിടുന്ന് ജാബിർ തങ്ങൾ പറയുന്നു, നബിയേ, എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്റെ 9 പെങ്ങന്മാരുണ്ട് നബിയേ, എന്റെ ഉമ്മയുണ്ട് നബിയേ. ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഞാനാണല്ലോ. എന്റെ വാപ്പ ശഹീദായില്ലേ, ഉഹുദിന്റെ രണാങ്കണത്തിൽ ലോകത്തോട് വിട പറഞ്ഞില്ലേ. ഇനി എല്ലാ ഉത്തരവാദിത്വവും എന്റെ പേരിലാണല്ലോ. എനിക്ക് താങ്ങുന്നില്ല നബിയെ, എനിക്ക് വല്ലാത്ത സങ്കടമാണ് നബിയെ. അവിടുന്ന് റസൂലുള്ളാഹിയോട് സങ്കടം പറയുമ്പോ അവിടെ നിന്നതാ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, അഫലാ ഉബശ്ശിറുക യാ ജാബിറേ, ജാബിറേ, നിന്നെ ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ ജാബിറേ. നിന്റെ പിതാവ് ലോകത്ത് നിന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയം വല്ലാത്ത സ്നേഹത്തിന്റെ സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ വാപ്പാക്ക് കൊടുത്ത അനുഗ്രഹം നിനക്ക് കേൾക്കണോ? ഈ ദുനിയാവിന്റെ തൊലിക്കമുകളിലുള്ള ആഡംബരവും സൗകര്യവുമെല്ലാം ഉപേക്ഷിച്ചിട്ട് കടന്നുപോയ നിന്റെ പ്രിയപ്പെട്ട പിതാവിന് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ?
ജാബിർ തങ്ങളോട് റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ പ്രിയപ്പെട്ട പിതാവിനെ അല്ലാഹു സ്വീകരിച്ചത് എങ്ങനെയാണ്? ഒരു മറയില്ലാതെ നേരിട്ട് കണ്ടതാണ്, നേരിട്ട് കണ്ടുകൊണ്ടാണ്. എന്തേ കാരണമെന്നറിയോ? ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിലുള്ള ആഡംബരങ്ങളെ ഉപേക്ഷിച്ചതാ, തെറ്റുകളിലേക്ക് കടന്നു പോകാതെ തന്റെ ശരീരത്തെ അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് അല്ലാഹുവേ സ്വീകരിച്ചതാ, ദീനിന്റെ വഴികളിലേക്ക് കടന്നുപോയതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജാബിർ തങ്ങളെ പഠിപ്പിക്കുകയാ. എന്നിട്ട് പറയുന്നു, നിന്റെ പിതാവിനോട് അല്ലാഹു തആല സംസാരിക്കുകയാണ്. ജാബിർ തങ്ങൾക്ക് വല്ലാത്ത ആനന്ദമായി. അല്ലാഹ് സംസാരിച്ചെന്നോ? എന്റെ വാപ്പാനോട് അല്ലാഹ് സംസാരിച്ചെന്നോ? എന്താണെന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്ന, സ്വഹാബാ, അല്ലാഹ് സംസാരിച്ചത് എന്താണെന്നറിയോ? അല്ലാഹ് സംസാരിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവിനോട് ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് പറയുകയാണ്, അല്ലാഹ്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലേക്ക് എന്നെ ഒന്നും കൂടെ മടക്കുമോ? അല്ലാഹ് ചോദിക്കുന്ന എന്തിനാണ്? അതാ അബ്ദുള്ള തങ്ങൾ പറയുന്നു, അല്ലാഹ്, എനിക്ക് ഒന്നും കൂടെ നിന്റെ ദീനിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ട് ഷഹീദാകാനാണ്. അതിന്റെ ഒരു രസമുണ്ടല്ലോ, അതിന്റെ ഒരു ആവേശമുണ്ടല്ലോ, എന്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു പോയിട്ടില്ല അല്ലാഹ് എന്നവിടുന്ന് മഹാനായ അബ്ദുള്ള തങ്ങൾ പഠിപ്പിക്കുകയാ, എന്ന് പറയുകയാ. അല്ലാഹ് പറഞ്ഞു, അബ്ദുള്ള, ഒരിക്കലും കഴിയില്ലല്ലോ, ഒരിക്കലും സാധ്യമല്ലല്ലോ. ഇങ്ങോട്ട് വന്നവന് പിന്നെ തിരിച്ചു പോക്കില്ല, അതുകൊണ്ട് സാധിക്കില്ല. വേറെ എന്തെങ്കിലും നീ പറയണേ. അതാ അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്. വീണ്ടും അവിടുന്ന് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അല്ലാഹ്, ഈ ദുനിയാവിലേക്ക് ഞാൻ കടന്നു വന്നപ്പോ, അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് നീ 9 പെൺമക്കളെ തന്നു, ഒരു ആൺ തരിയെ തന്നു. എന്റെ എല്ലാമായിരുന്നു ജാബിർ. പടച്ചവനെ, ഇന്നതാ നിന്റെ മുമ്പിലേക്ക് എന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ ഞാനിതാ കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാവരും എന്നെ ഇതാ അവിടുന്ന് ചിലപ്പോ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം, മനസ്സിനകത്ത് എന്തെങ്കിലും വല്ല വിഷമവും എന്നോട് കടന്നു വന്നിട്ടുണ്ടാകാം. അതൊന്ന് തീർത്തു തരുവോ? എല്ലാവർക്കും എന്നെ കുറിച്ചൊന്ന് അറിയിച്ചു കൊടുക്കുമോ? അവിടെ നിന്ന് പറയുമ്പോ, അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, സ്വഹാബത്തിന്റെ മുമ്പിൽ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം എങ്ങനെ നിറയുകയാണ്. അങ്ങനെ ജാബിർ തങ്ങൾക്കൊരു തോന്നല്, എല്ലാവരും കിടക്കുന്ന ഒരൊറ്റ ഖബറിന്റെ ഉള്ളിലാണ് എന്റെ പിതാവ് കിടക്കുന്നത്. ഇത്രത്തോളം വലിയ മഹാനാണല്ലോ, എന്നിട്ടും പടച്ച റബ്ബേ, എന്നിട്ടും ഒരൊറ്റ ഖബറിൽ എന്റെ പിതാവ് കിടക്കണല്ലോ. എല്ലാവരുടെ കൂട്ടത്തിലും കടന്നാൽ പോരല്ലോ. അങ്ങനെ അതാ ഖബറങ്ങ് മാന്തുകയാണ്. എന്നിട്ട് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനെ പടച്ച റബ്ബേ ഖബറിൽ നിന്നങ്ങ് എടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു സുന്ദരനാണെന്നറിയോ? മുഖം വല്ലാതെ പ്രകാശിക്കുകയാണ്. അല്ലാഹുവേ, ഖബറിന്, അല്ലാഹുവേ, ആ ശരീരത്തിന് ഒരു പോറലുമില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനെ മാറി മാറി കബറിൽ മഹാനായ ജാബിർ തങ്ങൾ ഇങ്ങനെ മുത്തുകയാ. പടച്ചവനെ, എന്തൊരു സുഗന്ധമായിരുന്നത്രേ എന്നറിയോ? എന്നിട്ട് മഹാനായ തങ്ങളെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറമാടി, ഒറ്റക്കൊരു ഖബറിൽ മറമാടി. സഹോദരങ്ങളെ, എന്തേ റസൂലുള്ളാഹി പറയാണ്, അല്ലാഹ് നേരിട്ട് സംസാരിച്ചത് തെറ്റിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വെക്കാനുള്ള മനസ്സുണ്ടായി. മഹാനായ തങ്ങൾക്ക് തെറ്റിലേക്ക് കടന്നു പോകുമ്പോ, ഹറാമ് കാണുമ്പോ, ഹറാമ് കേൾക്കുമ്പോ പഠിച്ചവരെ അവിടുന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് അല്ലാഹു തആല ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തു. എന്തേ നമുക്ക് ഈമാൻ ഇല്ലാതെ പോയത്? നിസ്കാരത്തിൽ മറ്റ് ചിന്തകൾ കടന്നു വരുന്നത് എന്തേ? നമുക്ക് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനകത്ത് ഹറാമ് കണ്ടാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ, അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ്.
അല്ലാഹുവേ ഖൽബിൽ ഈമാൻ കൊണ്ട് ഈമാൻ തരണേ പടച്ചോനെ നീ ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തല്ല റഹ്മാനേ അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകട്ടെ